अरे सचिन भाई ഇതാരാ सचिन എനിക്ക് റമദാനിലെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ബാക്കി ദിവസം പോലെയല്ല. എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം. എന്താ വെച്ചാല് ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു പരിപാടി രാവിലെ നേരം വൈകി നീച്ചിട്ട് സമാധാനത്തിൽ പല്ലൊക്കെ തേച്ച് പെരന്റെ പുറത്തിറങ്ങി ഒന്നിങ്ങനെ നടക്കണം. പോയിന്റ് വക്കത്ത് പോയി നേരം നല്ല കാറ്റും കിട്ടും. ഇന്നാണെങ്കിൽ നേരം വൈകി നീച്ചോണ്ട് പള്ളി പോലെ ടൈമിൽ പെട്ടെന്ന് ആയ മതി. റമദാനായതന്നെ ഒപ്പമുള്ളവരൊക്കെ കറക്റ്റ് ടൈമിന് പള്ളിക്കലെത്തി. പള്ളി കഴിഞ്ഞാൽ പിന്നെ നേരം എല്ലാവരും കൂടി ഇൻഡോടി. ഇന്ന് ഇവിടെ യുദ്ധമാണ്. അതാണ് ഈ വരവിന്റെ മെയിൻ ഉദ്ദേശം. കണ്ടില്ലെങ്കിലേ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണോ. അലോക് ദേദോബായ് എന്ന് കൊറോണ കാലത്ത് ഫ്രീ ഫയറിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു വിപ്ലവ സിംഹമാണ് വരും. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അസറസ്കരിച്ചാൽ വീണ്ടും പള്ളിക്ക് ചെന്നപ്പോൾ ഉസ്താനം കൂട്ടിൽ ഇന്നലത്തെ ലോകം കാണിച്ചാൽ പറഞ്ഞപ്പോൾ അതാണ് കാണിച്ചു. ഉസ്താദിന്റെ പൊലിവായി. പിന്നെ ഉസ്താദ് ഐഫോണിന്റെ ക്ലാരിറ്റിയും ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യലോട്. വൈകുന്നേരം ആയ പിന്നെ കളിക്കണോടത്ത് കണ്ട് എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇന്നാണെങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുള്ള പരിപാടി. ക്രിക്കറ്റ് തുടങ്ങി ഇപ്പൊ എന്തായാലും ഒരു പ്രത്യേക കാറ്റിങ്ങനെ അടിച്ചു ഒരു ഓവർ മൊത്തത്തിൽ ഓനങ്ങോട്ട് തൊഴഞ്ഞു തീർത്തി. അടുത്തത് പിന്നെ അന്തസ്സെറ്റ് ഒരു ഗോൾഡ് ഉണ്ടാക്കും. ഇന്ന് നോമ്പറക്കാൻ പൊരിക്കടി വിഭവങ്ങളൊന്നും ഇല്ല. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രൂട്ട്സും ലൈമും പത്തിരും ബീഫും. പിന്നെ നൈറ്റ് പുറത്തിറങ്ങനെ വണ്ടി എടുക്കാതെക്കാനുള്ള ഓരോ അടവർക്കലൊടുങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പെട്രോൾ ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം ഓയിൽ ഇല്ല. വെറുതെ വിടുവാനെ ഓനെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു. അങ്ങനെ അങ്ങാടി കയറി നല്ലൊരു മസാല സോൺ അടിച്ച് ഒരു 58 കൂടി ഇവന്റെ അക്കൗണ്ടിലുള്ളത് സലാമത്താക്കാം. അങ്ങനെ കക്കരിക്കും പാരയ്ക്കും പൈനാപ്പിളൊക്കെ എടുത്ത് ആ 58 തീരുമാനമാക്കി. അപ്പൊ ഇന്നത്തെ റമദാനും ഉഷാറായിട്ടാണ് കഴിഞ്ഞു.